രാഷ്ട്രീയ നേട്ടങ്ങൾക്കും പണത്തിനും അധികാരത്തിനും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ചില മനുഷ്യരുണ്ട്. എന്നാൽ ആ രാഷ്ട്രീയ ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് സ്വന്തം ഐഡന്റിറ്റി പോലും പണയം വെച്ച് ഒടുവിൽ ഉപയോഗിച്ചെറിഞ്ഞ കറിവേപ്പില പോലെ തഴയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. അതാണിപ്പോൾ രാമസിംഹന്റെ അവസ്ഥ. സംവിധായകനും മുൻ BJP സംസ്ഥാന സമിതി അംഗവുമായിരുന്ന രാമസിംഹൻ ഒരു കാലത്ത് അലി അക്ബർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി BJPയിലേക്ക് പോയതിന് ശേഷം തനിക്കുണ്ടായ ജീവിത തകർച്ചയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. സംഘപരിവാറിനെ കൂട്ടുപിടിച്ച് തൻ്റെ പേര് മാറി, മതം മാറി, സിനിമാ മേഖലയിൽ നിന്ന് പോലും ഒറ്റപ്പെട്ട് ഒടുവിൽ പാർട്ടിയിൽ നിന്ന് പോലും നാണം കെട്ട് പുറത്തു വരേണ്ട അവസ്ഥയാണ് ഇപ്പോൾ രാമസിംഹന്. അദ്ദേഹം പറയുന്നത് BJPയിലേക്ക് കടന്നു വന്നപ്പോൾ ഷാള് അണിയിക്കാനും സൈക്കാൻഡ് കൊടുക്കാനും ഫോട്ടോ എടുക്കാനുമൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു, പിന്നീട് ആരുമില്ല. അദ്ദേഹം പറയുകയാണ്, ഞാൻ BJPയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. 10 ലക്ഷം മുതൽ 15 ലക്ഷം രൂപയുടെ ജോലി ഞാൻ ഇവിടെ ചെയ്തു പോന്നിരുന്നതാണ്. ഞാൻ BJPയിൽ ചേർന്ന അന്ന് മുതൽ ഇന്ന് വരെ ഒരു 10 രൂപയുടെ ജോലി ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ അന്നം മുട്ടി എന്നൊക്കെ രാമസിംഹൻ പറഞ്ഞു വെക്കുന്നുണ്ട്. മുമ്പ് അലി അക്ബറായിരുന്ന ഇപ്പോഴത്തെ രാമസിംഹനെ കുറിച്ചുള്ള ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ? അദ്ദേഹം പറയുന്നതും അദ്ദേഹം BJPയിൽ ഉണ്ടായതിന് ശേഷം അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പണത്തിനും അധികാരത്തിനും വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാകുന്ന ചില മനുഷ്യരുണ്ട്. എന്നാൽ ആ രാഷ്ട്രീയ ലാഭങ്ങൾ മാത്രം മുന്നിൽ കണ്ട് സ്വന്തം ഐഡന്റിറ്റി പോലും പണയം വെച്ച് ഒടുവിൽ ഉപയോഗിച്ചെറിഞ്ഞ കറിവേപ്പില പോലെ തഴയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണിപ്പോൾ രാമസിംഹന്റെ അവസ്ഥ. സംവിധായകനും മുൻ BJP സംസ്ഥാന സമിതി അംഗവും ഒക്കെ ആയിരുന്ന രാമസിംഹൻ, അതായത് ഒരു കാലത്ത് അലി അക്ബർ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി, ഇപ്പോൾ നടത്തുന്ന ചില തുറന്നു പറച്ചിലുകളാണ് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നത്. നേരത്തെ നടൻ ദേവൻ BJP ഒക്കെ വിട്ട് പുറത്തു വന്നൊരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് സംഘപരിവാർ പ്രോപ്പഗണ്ടകൾ ഏറ്റുപിടിച്ച് പേരുമാറി, തന്റെ സ്വന്തം മതം മാറി, സിനിമാ മേഖലയിൽ നിന്ന് പോലും ഒറ്റപ്പെട്ട് ഒടുവിൽ പാർട്ടിയിൽ നിന്ന് നാണം കെട്ട് പുറത്തു വരേണ്ടി വന്ന അവസ്ഥയാണ് രാമസിംഹൻ ഇപ്പോൾ. ഏതായാലും രാമസിംഹന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഈ വളരെയധികം താല്പര്യത്തോടുകൂടി വർക്ക് ചെയ്യാനുള്ള ത്വരോട് കൂടിയിട്ടാണ് BJPയിലേക്ക് വരുന്നത്. കാരണം അത് ഇവിടുത്തെ BJPയുടെ നേതാക്കളെ കണ്ടിട്ടല്ല, അതായത് മോദിജി സെൻട്രൽ നടത്തുന്ന ആ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അതിന്റെ ആകാൻ വേണ്ടിയിട്ടാണ് ഒരാൾ ഇതിലേക്ക് വരുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ആ വരുന്ന ആൾക്ക് അതോടുകൂടി അയാളുള്ള ജീവനും കൂടി പോയി എന്നുള്ളൊരു അവസ്ഥയിലാണ്. പിന്നെ അദ്ദേഹത്തിന് ആർക്കും വേണ്ട. വരുമ്പോ ആദ്യത്തെ ദിവസം ഷാലിടാനും ഷെയ്ക്കാറ്റ് കൊടുക്കാനും ചിരിച്ചിങ്ങനെ ഫോട്ടോ എടുക്കാനും എല്ലാവരും ഉണ്ടാവും. പിന്നെ ആരും ഉണ്ടാവില്ല. എന്റെ അന്നം മുട്ടി എന്നുള്ള സത്യം. നാശത്തിലേക്ക് പോയി അന്നം മുട്ടി. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞത്, ഞാനിപ്പോ ഈ BJPയിലേക്ക് വരുന്നതിന് മുന്നേ എനിക്ക് എല്ലാ സെറ്റപ്പ് ഉണ്ട്, ഇവിടെ സ്റ്റുഡിയോ ഉണ്ട്, എല്ലാ കാര്യങ്ങളും. ഞാൻ ഒരു വർഷം ചുരുങ്ങിയത് 10 ലക്ഷം മുതൽ 15 ലക്ഷം രൂപയുടെ ജോലി ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന. ഞാൻ BJPയിലേക്ക് ചേർന്ന അന്ന് മുതൽ ഇന്ന് വരെ എന്റെ എല്ലാ എക്യുപ്മെന്റ്സും തുരുമ്പെടുത്ത് പോവുകയാണ്. 10 രൂപയുടെ പണി ഞാൻ ചെയ്തിട്ടില്ല. പടങ്ങൾ കിട്ടാതായോ നിങ്ങൾക്ക്? പടങ്ങളില്ല. നിങ്ങൾ ആലോചിക്കൂ, 15 വർഷത്തിനിടയ്ക്ക് ഞാൻ സിനിമ ചെയ്തിട്ടില്ല. എനിക്ക് വരുന്ന വർക്ക് വന്നിട്ടില്ല. എനിക്ക് നിന്നാൽ കിട്ടും. ഞാൻ ലീഗിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് സൗകര്യം കിട്ടില്ലേ, സമ്പത്ത് കിട്ടില്ലേ, തീർച്ചയായും സാധനങ്ങൾ കിട്ടില്ലേ, തീർച്ചയായും. അപ്പൊ ഇതൊക്കെ വേണ്ട എന്ന് വെച്ച് ത്യജിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ വരുന്നവർക്ക് സ്ഥാനം ഈ പറയുന്ന ഈ എന്താണ് നേതാക്കന്മാരെ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റും. അത് വിട്ടികൾ അതിനെ കിട്ടിക്കൊള്ളൂ. BJPയിലെ ആളുകളൊക്കെ കുറെ വെട്ടികളുണ്ടെന്ന് പറയോ? ഞാൻ അങ്ങനെ തന്നെ പറയും. വെട്ടികളുണ്ട്, പമ്പര വെട്ടികൾ പറയും. പമ്പര വെട്ടികളായതുകൊണ്ടാണ് ഇങ്ങനെ ഓടുന്നത്. BJPയിൽ ചേർന്നതോടെ തന്റെ അന്നം മുട്ടി, 1 രൂപയുടെ വരുമാനം പോലും ഇല്ലാതായെന്നാണ് രാമസിംഹൻ ഇതിൽ പറഞ്ഞു വെക്കുന്നത്. വർഷങ്ങളോളം BJPക്ക് വേണ്ടിയും സംഘപരിവാർ ആശയങ്ങൾക്ക് വേണ്ടിയും സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ ഏറ്റവും കൂടുതലും ഉറക്കെ സംസാരിച്ച ആളുകളിൽ ഒരാളായിരുന്നു രാമസിംഹൻ. ആ രാമസിംഹനാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. പാർട്ടിയിൽ ചേരുന്നതിന് മുമ്പ് എനിക്ക് സ്വന്തമായി സ്റ്റുഡിയോയും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു.
വർഷത്തിൽ 10 മുതൽ 15 ലക്ഷം രൂപ വരെ സമ്പാദിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എന്നാൽ BJP-യിൽ എത്തിയതോടെ എന്റെ വരുമാന മാർഗങ്ങൾ പൂർണ്ണമായി ഇല്ലാതായി. അന്നം മുട്ടി. എന്റെ സിനിമാ ഉപകരണങ്ങളെല്ലാം ഉപയോഗിക്കാതെ തുരുമ്പെടുത്ത് നശിച്ചു എന്നൊക്കെയുള്ള സങ്കടങ്ങളാണ് രാമസിംഹൻ പറഞ്ഞു വെക്കുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ രാമസിംഹൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പാർട്ടിയിൽ ഒരാൾ പുതുതായി ചേരുന്ന സമയത്ത് ഷാൾ അണിയിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞാൽ ആരും പിന്നെ തിരിഞ്ഞു നോക്കാറ് പോലുമില്ല. രാഷ്ട്രീയത്തിൽ വരുന്നവർക്ക് സ്വന്തം ജീവിതം വഴിമുട്ടുന്ന അവസ്ഥയാണ്. അതുമാത്രമല്ല, ഞാൻ കോൺഗ്രസിലോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ മുസ്ലിം ലീഗിലോ ഒക്കെ നിന്നിരുന്നുവെങ്കിൽ എനിക്ക് ആവശ്യത്തിന് ഒരുപാട് സൗകര്യങ്ങളും പദവികളും ഒക്കെ എനിക്ക് ലഭിക്കുമായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കേരള BJP-യിൽ ചേർന്നതിൽ എനിക്ക് വലിയ രീതിയിലുള്ള പശ്ചാത്താപമുണ്ട് എന്നിങ്ങനെയുള്ള കുറെ സംഘടനകളൊക്കെ രാമസിംഹൻ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. നോക്കൂ, സംഘികളെ തൃപ്തിപ്പെടുത്താൻ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നിരന്തരമായി അധിക്ഷേപിക്കാൻ മുന്നിൽ നിന്ന ആളാണ് ഇന്നിപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. ഇവിടെ രാമസിംഹൻ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. BJP-യിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരെ സിനിമാ മേഖല പൂർണ്ണമായും അവഗണിക്കുകയാണെന്നും സിനിമ നിർമ്മിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗമാണെന്നും BJP ബന്ധം വന്നു കഴിഞ്ഞാൽ പിന്നെ ചാണകസംഖി എന്ന് ചാപ്പകുത്തി മാറ്റി നിർത്തുന്നു എന്നൊക്കെ രാമസിംഹൻ പറഞ്ഞു വെക്കുന്നു. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. സിനിമാ മേഖലയിൽ അവസരം കുറഞ്ഞു എന്നതിനേക്കാൾ ഉപരി തീവ്ര വർഗീയ നിലപാടുകൾ പ്രചരിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ പൊതുസമൂഹം അത്തരം ആളുകളെ മാറ്റി നിർത്തും എന്നതിന്റെ സ്വാഭാവികമായ ഒരു ഉദാഹരണമാണിത്. എന്നാൽ പാർട്ടിക്ക് വേണ്ടി സ്വന്തം കരിയർ ബലികഴിച്ച ഇതുപോലെയുള്ളവന്മാരെ സംരക്ഷിക്കാൻ സംഘികൾ മുന്നോട്ട് വരാറുണ്ടോ? ഇല്ല എന്നുള്ളതാണ് രാമസിംഹന്റെ ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത്. പിന്നെ രാമസിംഹൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. കേരളത്തിലെ BJP-യുടെ അഴിമതിയെക്കുറിച്ചാണ്. കേരളത്തിലെ BJP-യുടെ പ്രവർത്തനങ്ങളെല്ലാം കമ്മീഷൻ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് എന്നാണ് രാമസിംഹൻ ആരോപിക്കുന്നത്. ലക്ഷം രൂപ ബാലൻസ് ഉണ്ടായിരുന്നു, അത് പിരിച്ചു കൊടുക്കും. അപ്പൊ 50,000 രൂപ പിരിച്ചു എന്നാ പറഞ്ഞേ. പക്ഷെ അവിടെ കൊടുവള്ളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരൻ എന്നുള്ള ഇതുമായിട്ട് അറിയുന്ന രീതിയിലേക്ക് ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഫണ്ട് വരാൻ സാധ്യതയുള്ള പറഞ്ഞല്ലേ ഒക്കുള്ളൂ. താമരശ്ശേരി എന്ന് പറഞ്ഞാൽ ഇത്രയും കോറികളുണ്ട്, ഇത്രയും ഗോൾഡ് സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ആ പിരിവ് 50,000 രൂപയാണ് BJP പോലത്തെ ഒരു നാഷണൽ പാർട്ടി കിട്ടാൻ നിൽക്കുന്നുണ്ട്. ഇല്ല, അതെനിക്കും കൃത്യമായി പറയാൻ കഴിയും. കേരളത്തിലെ മാറ്റി നിർത്തിക്കുക മറ്റുള്ള ഇതില്ല. ഞാൻ ഇതിപ്പോ കാശ് പോയി എന്ന് പറഞ്ഞാല് BJP-ക്ക് ദോഷം. കാശ് പോയില്ല ദോഷം. ഇത് ബട്ടലിൽ ചവിട്ടി വാരി അവിടെ ചവിട്ടുമ്പോ ഇവിടെ പൊട്ടു, ഇവിടെ ചവിട്ടുമ്പോ സംഗതി പോയി എന്നുള്ളത് ഉറപ്പ്. പണം പോയി പണം പോയി എന്നുള്ളത് ഉറപ്പ്. PC ചോദിക്കാൻ പറയും മറ്റവൻ കാറെടുത്തു ഇത് കാറെടുത്തു, വല്ലാത്ത രീതിയിലേക്കുള്ള സംഭവമാണ്. ഞാൻ തിരിച്ചു ചെറിയ കാര്യം പറഞ്ഞുതരാം. നമുക്കറിയാവുന്ന കാര്യം. ഞാനിപ്പോ ഒരു കാറ് വാടകയ്ക്ക് ഇതിന് ഓടാൻ വേണ്ടിട്ട്. കാറിന്റെ റേറ്റ് ആക്ച്വലി 2,000 രൂപ പെർ ഡേ. 2,500 രൂപ തരാൻ പറയാ. 500 എനിക്ക് തരണം കേട്ടോ. നിങ്ങൾ തരില്ലേ? കമ്മീഷൻ ബേസിലാണ് എല്ലാം ഓടുന്നത്. ഊണിന് വരെ കമ്മീഷൻ ഉണ്ട്. അത് വ്യക്തമായിട്ട് ഞാൻ പിടിച്ചത്. ഊണിന് എത്ര ചെറിയ കമ്മീഷനാ? ഒരു ഊണിന് 60 രൂപ കമ്മീഷൻ. അപ്പൊ ഊണ് എത്രയാ? ഈ കുന്നമംഗലത്ത് നടത്താൻ പോവാണ്. ഊണ് എത്രയാ അവർ പർച്ചേസ് ചെയ്യുന്നത്? ഊണിന് അവിടെ ചെന്ന് ഊണ് കഴിക്കുമ്പോൾ 110, 140 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ കൂടെ നിന്ന് ഒരാൾ ചോദിച്ചിട്ട് ബില്ല് കൊടുത്താൽ മതിയല്ലോ. അല്ല 110. സാറേ ഞങ്ങൾക്ക് അത്രയും കിട്ടൂല. കുന്നമംഗലത്ത് കഴിച്ച ഊണിന് വരെ ഇത്തരത്തിൽ കമ്മീഷൻ അടിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു എന്നാണ് രാമസിംഹൻ പറഞ്ഞു വെക്കുന്നത്. 110 മുതൽ 140 രൂപ വരെ വിലയുള്ള ഊണിന് 60 രൂപ വരെ കമ്മീഷൻ വാങ്ങുന്ന അവസ്ഥയുണ്ട്. ചിന്തിച്ചു നോക്കൂ, കഴിക്കുന്ന ഊണിന്റെ പൈസയിൽ നിന്ന് പോലും കമ്മീഷൻ അടിച്ചെടുക്കുന്ന ഒരവസ്ഥ. കോടികളുടെ തിരഞ്ഞെടുപ്പ് ഫണ്ട് ഒഴുകിയെത്തുന്ന ഒരു പാർട്ടിയിൽ താഴെത്തട്ടിൽ നടക്കുന്ന അഴിമതിയുടെയും കമ്മീഷൻ അടിയുടെയും വ്യാപ്തിയാണ് ഒരു മുൻ BJP-യുടെ സംസ്ഥാന സമിതി അംഗം തന്നെ ഇപ്പോൾ പരസ്യമായി പറഞ്ഞു വെക്കുന്നത്. ഇവിടെയാണ് നമ്മൾ രാമസിംഹന്റെ മുൻകാല ചരിത്രം പരിശോധിക്കേണ്ടത്. സാധാരണയായി ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ തങ്ങളുടെ മതമോ പേരോ ഒന്നും ഉപേക്ഷിക്കാതെ തന്നെ അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കാറുള്ളത്. ഉദാഹരണത്തിന് അബ്ദുള്ള കുട്ടിയും ആരിഫ് ഹുസൈനും ഫസൽ കാരാട്ട് പോലെയുള്ള ആളുകൾ. എന്നാൽ ഇവിടെ രാമസിംഹൻ സംഘപരിവാർ അണികളുടെ പിന്തുണയും കയ്യടിയും കിട്ടാനും പണത്തിനും അധികാരത്തിനും വേണ്ടിയും തന്റെ സ്വന്തം മതം മാറി പേര് മാറി രാമസിംഹൻ എന്ന പേര് സ്വീകരിച്ച് ഹിന്ദുമതത്തിലേക്ക് കടന്നു വന്നു. സംഘികളെ സുഖിപ്പിക്കാനായി ഇസ്ലാമിക വിമർശനം എന്ന അതിരുകൾ കടന്ന് മുസ്ലിം സമൂഹത്തെ ഒന്നാകെ അവഹേളിക്കുന്ന നിലപാടുകളിലേക്ക് രാമസിംഹൻ പിന്നീട് മാറി എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന ഒരു സിനിമ. സംഘികളെ സുഖിപ്പിക്കാൻ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു അത്. സംഘപരിവാർ അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിർമ്മിച്ച ആ സിനിമയ്ക്ക് ഒടുവിൽ തിയേറ്ററിൽ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ആ സിനിമ ഇട്ടുനിരയിൽ പൊട്ടി. ആ സിനിമ ഇറങ്ങിയ ശേഷവും രാമസിംഹൻ അർഹിച്ച പിന്തുണ പാർട്ടിയിൽ നിന്നോ അണികളിൽ നിന്നോ ലഭിച്ചില്ല എന്നുള്ളതാണ്. അധികാരത്തിനും പണത്തിനും വേണ്ടി
സ്വന്തം മതവും പേരും ഉപേക്ഷിച്ച് വർഗീയ രാഷ്ട്രീയത്തിന്റെ വക്താവായി മാറിയ ഒരു വ്യക്തിക്ക് ഒടുവിൽ സംഭവിച്ചത് വലിയ തിരിച്ചടിയാണ്. സംഘികളെ സുഖിപ്പിക്കാനിറങ്ങി തിരിച്ച രാമസിംഹനെ ഒടുവിൽ അതേ സംഘികൾ തന്നെ കറിവേപ്പില പോലെ എടുത്തെറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്.